നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 2 മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിന്റെ ഭാഗമായി സാക്ഷരതാ പ്രേരകന്മാരുടെ ജില്ലാതല യോഗം സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചു. നാടിനായി നാളേക്കായി ഒന്നിക്കാമെന്ന സന്ദേശത്തിൽ ലഹരിക്കെതിരെ 20 ലക്ഷം പേരെ അണിനിരത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ 2 മില്യൺ പ്ലഡ്ജ് ബഹുജന പ്രതിജ്ഞ നടക്കുക. കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാന്റെയും സംസ്ഥാന തലത്തിലെ വിവിധ ലഹരി വിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി നടക്കുക. സാക്ഷരതാ തുല്യതാ പഠിതാക്കളെയും മറ്റ് സാമൂഹ്യ സാക്ഷരതാ പദ്ധതി ഗുണഭോക്താക്കളെയും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 നടക്കുന്ന ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിൽ പങ്കാളികളാക്കും. ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന സാക്ഷരതാ പ്രേരകന്മാരുടെ ജില്ലാതല യോഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് അധ്യക്ഷം വഹിച്ചു. സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ നാസർ ടി, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി വി ശാസ്തപ്രസാദ്, നോഡൽ പ്രേരക് ഷൈജ കെ പ്രസംഗിച്ചു. കേരളത്തിന്റെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 20 ലക്ഷം മനുഷ്യർ ഒരുമിച്ച് ഒരു പ്രതിജ്ഞ എടുക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഇനി ഒരിക്കലും നമ്മൾ കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളാണ്. ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ഇനി ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളാണ്. ഓരോ ദിവസവും സംഭവിക്കുന്നത് ഇനി ഒരിക്കലും നാട്ടിൽ സംഭവിക്കാൻ പാടില്ല എന്ന് നമ്മളെല്ലാവരും പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വാർത്തകളാണ്. നിങ്ങൾ കുട്ടികളെ സോഷ്യലും സയൻസും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പ് ചില സാമൂഹ്യ പാഠങ്ങൾ കൂടി പഠിപ്പിക്കണമെന്നാണ്. അതിൽ അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കരുത്തായി കൂടെ ഉണ്ടാകുമെന്നുള്ള സന്ദേശം അധ്യാപകർ പറഞ്ഞു കൊടുക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു വിപത്താണെന്നും ഈ വിപത്ത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുകയാണ് എന്നും ഇത് അപകടകരമായി സമൂഹത്തിനകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി, നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കി അതിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരി മുക്ത കോഴിക്കോട് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള 2 മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിൻ പ്രതിജ്ഞയിൽ ഒതുങ്ങരുതെന്നും തുടർന്നുള്ള ജീവിതത്തിലും നാം അത് പിന്തുടരണമെന്നും കോഴിക്കോട് ഡിവൈഎസ്പി പ്രകാശൻ പടന്നയിൽ. ജില്ലയിലെ ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങളിലേക്കും ലഹരി വ്യാപിച്ചു കഴിഞ്ഞതായും അതിനെതിരെ പോലീസും എക്സൈസും നടത്തുന്ന പ്രവർത്തനത്തിന് എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 20 ലക്ഷം പേരിലേക്ക് നമ്മുടെ ജില്ലയിലുള്ള ജനങ്ങളിലേക്ക് ഈ ഒരു പ്രോഗ്രാം എത്തുന്നതോടുകൂടി തന്നെ നമുക്ക് എല്ലാ ജനങ്ങളിലും നമ്മൾ ഡ്രഗിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്ന വിവരം നമ്മുടെ ജില്ലയിലെ എല്ലാ ആളുകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും ആ വിവരം എത്തുന്നതിൽ യാതൊരു സംശയവുമില്ല. ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുക്കുന്നതോടുകൂടി നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നില്ല. അതിനുശേഷം വരുന്ന കാര്യങ്ങളിലും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി നിങ്ങളുടെ ഏതാണ്ട് ഗ്രാമങ്ങളിലും ഇത് ഇപ്പോൾ ലഹരി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസും എക്സൈസും നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അവിടെ നിന്ന് ഉണ്ടാകുന്ന കേസുകൾ എടുക്കുമ്പോൾ എല്ലാവരും തന്നെ മുന്നോട്ട് വന്ന് ആ സാക്ഷി പറയുന്ന രീതിയിലും അത് കോടതിയിലെത്തി ആ പ്രതിയെ ശിക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നിങ്ങളെല്ലാവരും തന്നെ ഭാഗമാക്കണം. താമരശ്ശേരി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കവാടത്തിന്റെയും NSS റൂമിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം MK മുനീർ MLA നിർവഹിച്ചു. കോളേജിന്റെ വികസനത്തിനായി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും AI കമ്പ്യൂട്ടർ ലാബിന് 15 ലക്ഷം രൂപയും അനുവദിക്കുമെന്ന് MLA അറിയിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ KM രാധിക, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ അയ്യൂബ് ഖാൻ, വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് വിഭജന കരട് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി സമർപ്പിച്ചവരുടെ ഹിയറിംഗ് ജൂൺ 24 രാവിലെ 9 മുതൽ കോഴിക്കോട് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും.
2024 സംസ്ഥാന ടെലിവിഷൻ അവാർഡിന് കേരള ചലച്ചിത്ര അക്കാദമി അപേക്ഷ ക്ഷണിച്ചു. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സംപ്രേഷണം ചെയ്തതോ സെൻസർ ചെയ്തതോ ആയ ടെലിസീരിയലുകൾ, ടെലിഫിലിമുകൾ, ഡോക്യുമെന്ററികൾ, ഈ കാലയളവിൽ പുറത്തിറക്കിയ ടെലിവിഷൻ സംബന്ധമായ പുസ്തകങ്ങൾ, ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. പരിപാടികൾ ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് എന്നിവയിൽ സമർപ്പിക്കണം. ഫോറവും നിബന്ധനകളും സ്ക്രീനിൽ കാണുന്ന അക്കാദമി വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാം. തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിന് സമീപം സ്റ്റാച്യു റോഡിലുള്ള അർച്ചന ബിൽഡിംഗിലെ അക്കാദമിയുടെ സിറ്റി ഓഫീസിൽ നിന്ന് നേരിട്ടും അപേക്ഷാ ഫോറം ലഭിക്കും. അപേക്ഷകൾ ജൂൺ 30 വൈകിട്ട് 5 അക്കാദമി ഓഫീസിലോ സിറ്റി ഓഫീസിലോ ലഭിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ 0471 275 4422. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. MArc യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ജൂൺ 25 വൈകിട്ട് 5 എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ PO കിഴുന്ന, തോട്ടട, കണ്ണൂർ 7 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല. ഫോൺ 8281 57 4390 0497 2965 390. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.